എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് അരിത്മെറ്റിക് സീക്വൻസ് അല്ലെ. അതിലെ അടുത്തൊരു ടോപ്പിക്കാണ് ടേംസ് ആൻഡ് പൊസിഷൻസ്, അല്ലെങ്കിൽ പൊസിഷൻ ആൻഡ് ടേം, സ്ഥാനവും പദവും എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്താണ്, സമാന്തര ശ്രേണി എന്ന് പഠിച്ചു. എന്താണ്, ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്നും തുടങ്ങി ഒരേ സംഖ്യ തന്നെ ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആണ് അരിത്മെറ്റിക് സീക്വൻസിലെ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു. കൂടാതെ സമാന്തര ശ്രേണിയിൽ ആഡ് ചെയ്ത് പോകുന്ന സംഖ്യയെ നമ്മൾ എന്ത് പറഞ്ഞു, എന്ത് പേരിൽ നമ്മൾ അറിയപ്പെട്ടത്, കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസം, സ്മോൾ ലെറ്റർ ഡി എന്ന് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോളൂ. ഞാൻ ഇവിടെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതിയിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണി എഴുതിയിട്ടുണ്ട്. 1, 11, 21, 31, 41, 51 എക്സെട്ര. ഇവിടെ എന്താണ് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കാണാൻ സെക്കൻഡ് ടേം നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. 11 1 കുറച്ചാൽ 10 ആണ്. ഏതെന്ന് വേണമെങ്കിൽ തൊട്ട് മുമ്പത്ത് കുറയ്ക്കാം. 31 21 കുറച്ചാൽ 10 ആണ്. 60 51 കുറച്ചാൽ 10 ആണ്. അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കാണാൻ നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊസിഷൻ ആൻഡ് ടേം. പൊസിഷൻ, സ്ഥാനം. അപ്പൊ ഞാൻ ആദ്യത്തെ പദത്തിന് ഒന്നാം പദം അല്ലെങ്കിൽ x1 എന്നുള്ള പേരിൽ കൊടുക്കാം. രണ്ടാം പദത്തിന് എന്ത് കൊടുക്കാം, x2. മൂന്നാം പദത്തിന് x3. ഇത് x4, x5, x6, x7, x8, x9, x10. അങ്ങനെ എത്ര പദങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്? ഞാൻ 10 പദങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ പദം, ഇത് 2, ഇത് 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇവിടെ എന്താണ് പൊസിഷൻ, എന്താണ് ടേം? ഈ മുകളിൽ എഴുതിയത് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാമത്തെ പദം. ഇത് സെക്കൻഡ് ടേം, മനസ്സിലായല്ലോ. സെക്കൻഡ് ടേം, രണ്ടാമത്തെ പദം. അപ്പൊ ഇതൊക്കെയാണ് ടേമുകൾ. പൊസിഷൻ എന്ന് പറഞ്ഞ സ്ഥാനാണ്. ഒന്നാം സ്ഥാനം, 2, 3, 4, 5 സ്ഥാനത്തുള്ളത്, 6 സ്ഥാനത്തുള്ളത്, 7, 8, 9, 10 സ്ഥാനത്തുള്ളത്. അതാണ് സ്ഥാനം, അതായത് പൊസിഷൻ എന്ന് പറയുന്നത്. ടേംസ് പറഞ്ഞ പദങ്ങൾ, പൊസിഷൻ എന്ന് പറഞ്ഞ സ്ഥാനം. അവ തമ്മിൽ എന്താണ് റിലേഷൻ നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കോളൂ. ഫസ്റ്റ് ടേം എന്താ കൊടുത്തത്, x1, ദാറ്റ് ഈസ് 1, അല്ലെങ്കിൽ ഒന്നാം പദം എന്നൊക്കെ പറയും. ഒന്നാം പദം. ഓക്കെ, അതേപോലെ ഞാൻ വേറൊന്ന് എടുക്കാൻ പോവാം. ഒന്നാം പദം എടുത്തു, അഞ്ചാം പദം എടുത്തു, അതായത് ഫിഫ്ത് ടേം. ഫിഫ്ത് ടേം x5 എന്ന് കൊടുക്കാം. 41 ആണ്. അതെന്താ പറയാ, അഞ്ചാം പദം. അപ്പൊ ഒന്നാമത് എഴുതി, അഞ്ചാമത് എഴുതി. ഇവിടെ നോക്കിക്കോളൂ. ഒന്നാം പദം അഞ്ചാം പദത്തിന്റെയും ടേമുകളും പൊസിഷനും തമ്മിൽ ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ അഞ്ചാം പദം, ഒന്നാം പദം, 5 - 1, ഇത് എന്താണ്, അതിന്റെ 41 1 അതിന്റെ ടേം പദങ്ങളാണ്. അപ്പൊ 1 - 41 എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, അല്ലെ? എത്ര പൊതുവ്യത്യാസം ചേർക്കണം? 1, 2, 3, 4. 4 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് 1 എവിടേക്ക് എത്തുക, 41 എത്തുക. അതായത് 41 - 1, 41 - 1 that's equal to 40. അതായത് 4d is equal to 40 എന്ന് കിട്ടി. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പദത്തിൽ നിന്ന് അഞ്ചാമത്തെ പദത്തിലേക്ക് എത്തുന്നത് 1, 2, 3, 4 ടൈംസ്, 4 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക, അല്ലെ? 4 തവണ പൊതുവ്യത്യാസം കൂട്ടണം. സോ 4 തവണ കൂട്ടുക എന്നുള്ളതിന് 4d എന്ന് എഴുതാം. 4d സമം എത്രയാണ്? ഇവിടുന്ന് ഇവിടേക്ക് എത്തുമ്പോ എത്രയാണ് വരുന്നത്? 1 41 ആയാൽ എത്രയാണ്? 4. വാട്ട് ഈസ് d? d സമം കിട്ടി 40/4 സമം 10. ഓക്കെ, നമുക്ക് വേറെ 2 ടേംസ് എടുത്ത് നോക്കാം. ഇപ്പോ ആറാമത് എടുത്തു. ആറാം പദം എന്നുള്ളതിന് 6th ടേം, ആറാം പദം x6 സമം 51. 10ാം പദം എടുത്തു. ഏതാ 10ാം പദം? x10 സമം 91. ഇവിടെ എങ്ങനെ എഴുതിയത്? ആറാം പദത്തിൽ നിന്ന് 10ാം പദത്തിലേക്ക് 1 2 3 4 തന്നെ, അല്ലെ? 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ 4 × d സമം 51 91 ആയി. അപ്പൊ എത്ര മാറി? 51 91 കുറച്ച് നോക്കൂ. 4d സമം 40, d സമം 40/4, d സമം 10 എന്ന് കിട്ടി. വേറെ ഒന്നുകൂടി എടുത്തു നോക്കാം. രണ്ടാമത് എടുത്തു. രണ്ടാമത് മുതൽ നമുക്ക് 9ാം പദം വരെ എടുത്തു നോക്കാം. രണ്ടാം പദം 11,
x2 second term 11, ninth term that's equal to 81. ഇവിടെ നോക്കൂ 2 9 എത്ര കോമൺ ഡിഫറൻസ് ഉണ്ടാവും? ഇനി നമ്മൾ ഇങ്ങനെ എണ്ണി കൗണ്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 2 9 എത്ര ഉണ്ട്? 9 2 കുറച്ച് എത്ര വരിക? 7 തവണ അല്ലെ. സോ 7 into d 7 ടൈംസ് കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ എവിടെ എത്തും? ഇവിടെ. ഇതിന്റെ വ്യത്യാസം എത്രയാ? 81 minus 11. സോ വാട്ട് ഈസ് 7d? ഇത് എത്ര കിട്ടും? 81 11 പോയാല് 1 പോയാൽ 0 7 കിട്ടും. d സമം 70/7, d സമം 10. അപ്പൊ എന്ത് മനസ്സിലായി? നമ്മളിവിടെ കോമൺ ഡിഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞു 11 പോയാൽ 10 ആണ്, 21 11 പോയാൽ 10 ആണ്, 31 21 പോയാൽ 10 ആണ്. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 10 ആണ് ഞാൻ പറഞ്ഞു അല്ലെ. അതേ 10 തന്നെ നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. ഇവിടെ പക്ഷെ എങ്ങനെ കിട്ടിയത്? യെസ്, ഇതെന്തായി? 41 മൈനസ് 40 എന്താ? ഇതെന്താ സംഭവം? 41 1 കുറയ്ക്കാൻ പറഞ്ഞാൽ എന്താണ്? ടേമുകളുടെ ഡിഫറൻസ് ആണ്. ടേം ഡിഫറൻസ് ബൈ താഴെ 5 1 എന്നുള്ളത് 4 കിട്ടി. 4 കിട്ടിയത് എങ്ങനെയാ? 5 1 കുറച്ചതാണ്. 5 1 കുറച്ചത് 4 ആണ്. അതെന്താണ്? പൊസിഷൻ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് ഒന്നുകൂടി ഇവിടെ ക്ലിയർ ആക്കി തരാം. 81 മൈനസ് 11 എന്ന് പറയുന്നത് ടേംസിന്റെ ഡിഫറൻസ് ആണ്. 9 മൈനസ് 2 എന്താ? പൊസിഷന്റെ ഡിഫറൻസ് ആണ് അല്ലെ. സോ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് പദങ്ങളുടെ വ്യത്യാസത്തിനെ സ്ഥാന വ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോ നമുക്ക് എന്താ കിട്ടുന്നത്? പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. 2 ഡെഫിനേഷന്റെ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു നോക്കിക്കോളൂ. ഫസ്റ്റ് ഡെഫിനേഷൻ എന്താ പറയാനറിയോ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. The difference between any two terms, 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് is equal to എന്തിന് ഈക്വൽ ആണ്? The product of ഗുണന. എന്തിന്റെ ഗുണനത്തിന്? The difference of positions and common difference. പൊസിഷന്റെ ഡിഫറൻസിനെയും കോമൺ ഡിഫറൻസിനെയും മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആണ്. ഇവിടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 5 1 പോയാൽ 4, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. പൊസിഷന്റെ ഡിഫറൻസും കോമൺ ഡിഫറൻസിന്റെ പ്രോഡക്റ്റ് എന്തിന് ഈക്വൽ ആണ്? ഈ 2 ടേമുകളുടെ ഡിഫറൻസിന് ഈക്വൽ ആണ്. അതാണ് ഒരു ഡെഫിനിഷൻ. അതായത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? പൊതുവ്യത്യാസത്തിന്റെയും സ്ഥാന വ്യത്യാസത്തിന്റെയും ഗുണിതത്തിന് തുല്യമാണ്. ഓക്കെ, രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താ അറിയോ? In an arithmetic sequence, term difference is proportional to position difference. Term differenceും പൊസിഷൻ ഡിഫറൻസും പ്രൊപ്പോർഷണൽ ആണ്, എന്നുവെച്ചാൽ അനുപാതത്തിലാണെന്ന് പറയും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റിനെയാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ആനുപാതിക സ്ഥിരം എന്ന് പറയും. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഈ പ്രോബ്ലത്തിൽ എത്ര കിട്ടിയത്? 10 10 10. ഈ 10 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം അല്ലെ. ഇവിടെ വാട്ട് ഈസ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻ ദിസ് പ്രോബ്ലം? ദാറ്റ് ഈസ് ദി കോമൺ ഡിഫറൻസ് ആണ്, 10 ആണ്. അത് വേറൊരു ഡെഫിനിഷൻ. അപ്പൊ ഈ 2 ഡെഫിനിഷൻ നമുക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. ഏത് 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെയും ഒരു പ്രത്യേകത എന്താ? ദാറ്റ് ഈസ് ദി മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. ഇപ്പൊ 70 എന്ന് പറയുന്നതാണല്ലോ ടേമുകളുടെ ഡിഫറൻസ്. അത് 7 തവണ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അതായത് ഒരു സീക്വൻസിലെ ഏത് 2 ടേമുകളുടെയും ഡിഫറൻസ്, ആ ഡിഫറൻസ് എന്തിന് ഈക്വൽ ആണ്? That is the multiple of common difference. അതായത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. അങ്ങനെ 3 ഡെഫിനേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു കണക്ക് കൂടി പറഞ്ഞു. ഓക്കെ, വേറെ എക്സാമ്പിൾ കൂടി നോക്കൂ. ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് 1 6 11 16 21 26 എക്സെട്ര അല്ലെ. ഇവിടെ എത്ര കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം നോക്കിയേ. 1 5 6 6 5 11 11 5 16. അതായത് d സമം കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 5 ആണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആശയത്തിലൂടെ പോവാണ്. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം, ഇത് ഫിഫ്ത് ടേം, സിക്സ്ത് ടേം, സെവൻത് ടേം, എയ്ത്ത് ടേം, നയൻത് ടേം, 10th ടേം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം x1 ഈസ് ഈക്വൽ ടു 1, x8 എട്ടാം പദം, എട്ടാമത്തെ എത്രയാ? 36. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടാൻ നോക്കാം. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്.
ടേം ഡിഫറൻസ് പറഞ്ഞാൽ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. സാധാരണ രീതിയിലുള്ള സീക്വൻസ് എന്നിട്ട് നിങ്ങളോട് കോമൺ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തൊട്ട് മുമ്പെന്ന് തൊട്ട് പുറകിലെ കുറച്ച് കോമൺ ഡിഫറൻസ് കിട്ടും അല്ലെ. അതിന് പകരം രണ്ട് ഇഷ്ടമുള്ള ടേമുകൾ തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കാം, അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ പറയാം. പ്രോബ്ലംസ് ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഡി സമം എന്താണ് ഒന്നുകൂടി പഠിച്ചോളൂ. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലത്തില് എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കുക? ഏതാണ് ടേം ഡിഫറൻസ്? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് അല്ലെ. 36 1 കുറയ്ക്കുക ബൈ സ്ഥാന വ്യത്യാസം. സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏതാ? 8 1 കുറയ്ക്കുക. 8 മൈനസ് 1 36 1 പോയാൽ 35, 8 1 പോയാൽ 7, 35 7 5 തവണ. സോ കോമൺ ഡിഫറൻസ് ഈസ് 5. നമുക്ക് കിട്ടിയിട്ടല്ലോ. വേറൊരു ടേം കൂടി എഴുതിക്കോളൂ. ഇപ്പോ തേർഡ് ടേം x3 is equal to 11. ഇവിടെ x10 എഴുതാൻ പോവാണ്. x10 is equal to 46. അപ്പൊ ഇവിടെ ഡി കണ്ടുപിടിക്കാൻ ഒന്നുകൂടി നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? ടേം ഡിഫറൻസ്, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 46 മൈനസ് 11 ബൈ പൊസിഷൻ സ്ഥാന വ്യത്യാസം. 10 മൈനസ് 3 46 11 പോയാൽ 35, 10 3 പോയാൽ 7, 35 7 5 തവണ. അപ്പൊ രണ്ട് ടേമുകൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ മറക്കണ്ട, ഇത് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാനുള്ളതാണ്. നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഇനി ഇതേപോലത്തെ പ്രോബ്ലം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലത്തില് മൊത്തം ഒരു 6 സെറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത്തെ ഇത്രയേ ഉള്ളൂ. അവർ എഴുതിയിട്ട് 24 42 ഡാഷ് ഡാഷ്. അത് ഫില്ല് ചെയ്യാനാണ്. വളരെ എളുപ്പമാണ് അല്ലെ. ഒരു സീക്വൻസ് എഴുതണമെങ്കിൽ ഏതൊരു സീക്വൻസ് എഴുതണമെങ്കിൽ എന്ത് വേണം? കോമൺ ഡിഫറൻസ് വേണം. ഇതിന്റെ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം എങ്ങനെ കാണാം? 42 മൈനസ് 24 8 3 2 1 18. അപ്പൊ 24 18 42 42 18 8 2 10 4 5 6 60 60 18 60 18 78. അപ്പൊ ഇവിടെ എങ്ങനെ കിട്ടും? 24 42 60 78. രണ്ടാമത്തെ ദിവസം നോക്കൂ. ഡാഷ് ഡാഷ് 24 42. അവിടെയും 42 24 കുറയ്ക്കുക. 42 24 കുറച്ച് കഴിഞ്ഞാൽ 18 8 4 12 ബാക്കിന്ന് 2 3 4. അപ്പോഴും പൊതു വ്യത്യാസം എത്രയാണ്? 18 ആണ് കിട്ടുക അല്ലെ. പക്ഷെ ഇങ്ങനെ കൂട്ടി കൂട്ടി പോകും. ഇങ്ങോട്ട് വരുമ്പോഴോ കുറച്ച് കുറച്ച് കൊണ്ടുവരാം. ഇപ്പൊ 24 തൊട്ട് പുറകിൽ കിട്ടാൻ 24 18 കുറയ്ക്കുക. 14 8 6 എത്ര കിട്ടി? 6 കിട്ടി. 6 18 24 24 18 42. ഇനി നേരെ പുറകോട്ട് കിട്ടണമെങ്കിൽ ഇവിടുത്തെ കിട്ടണമെങ്കിൽ വീണ്ടും ഇതെന്ത് ചെയ്യണം? പൊതു വ്യത്യാസം കുറയ്ക്കണം. കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അപ്പൊ 6 എത്രയാണ് കുറയ്ക്കേണ്ടത്? കോമൺ ഡിഫറൻസ് 18 ആണ്. 6 18 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. 18 6 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 12 കിട്ടും. ഇതിന്റെ മൈനസ്, അതായത് 6 മൈനസ് 18 ആണ് കാണുന്നത്. ദാറ്റ് ഈസ് മൈനസ് 12. അപ്പൊ നോക്കാം. മൈനസ് 12 കോമൺ ഡിഫറൻസ് എത്രയാ? 18 ആണ് അല്ലെ. മൈനസ് 12 18 കൂട്ടുമ്പോൾ 6 കിട്ടും. 6 18 24 24 18 42. അങ്ങനെ നമുക്ക് എഴുതാം. ഇവിടെ അതേപോലെ തന്നെ 24 42 തന്നെയാണ്. കോമൺ ഡിഫറൻസ് എന്താ കിട്ടുക? 42 24 കുറച്ചാല് 18. അപ്പൊ അടുത്ത ടൈം കിട്ടാൻ 42 18 കൂട്ടിയപ്പോ 60 കിട്ടി. തൊട്ട മുന്നോട്ട് പോകുമ്പോ കൂട്ടി കൂട്ടി എഴുതുക. പുറകോട്ട് പോകുമ്പോ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം കുറച്ച് കുറച്ച് എഴുതുക അല്ലെ. ഇപ്പൊ 24 18 കുറച്ചാൽ 6. അപ്പൊ 18 24 24 18 42 48 18 60. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ അടുത്തടുത്തുള്ള രണ്ടെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. സ്ഥാനങ്ങൾ അങ്ങോട്ട് മാറിയെന്നുള്ളൂ. പക്ഷെ അടുത്തതിൽ അങ്ങനെയല്ല. ഒന്നറിയില്ല, രണ്ടാമത് അറിയാം, 3 അറിയില്ല, 4 അറിയാം. അപ്പോഴും നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്ര കോമൺ ഡിഫറൻസ്? ഞാൻ നേരത്തെ ടേം ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസ് തന്നെ ആശയം ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ x1 x2 x3 x4 അല്ലെ. അപ്പൊ രണ്ടാമത്തേന്ന് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് അവിടെ വീണ്ടും ഒന്നുകൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്തും. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 2 കോമൺ ഡിഫറൻസ്. അതായത് 2d ആണ്. 2d സമം 24 42 ആയി. 24 42 ആയി. എത്ര കൂട്ടിയിട്ടാണ്? 42 24 കുറച്ച് നോക്കുക. അപ്പൊ 2d സമം എത്ര കിട്ടും? 18 അല്ലെ. 42 24 കുറച്ചാൽ 8. ഓക്കെ, 18 കിട്ടി. വാട്ട് ഈസ് d?
18/2 9 2 18. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ്. ചില കുട്ടികൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ കൂട്ടിയിട്ട് കണ്ടുപിടിച്ച് ആലോചിച്ചിട്ട് എഴുതും. അങ്ങനെ എഴുതിയാൽ എക്സാമിന് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ 9 ആണെന്ന് മനസ്സിലായി. അപ്പൊ 24 9 24 9 33 33 9 42. തിരിച്ച് ബാക്കോട്ട് പോകുമ്പോഴോ 24 9 കുറയ്ക്കാം. 24 9 കുറച്ച് എത്രയാ? 24 മൈനസ് 9 9 5 14 15 കിട്ടി അല്ലേ? അപ്പൊ ക്ലിയർ ആയല്ലോ. 15 പ്ലസ് 9 24 24 പ്ലസ് 9 33 33 പ്ലസ് 9 42. ഓക്കെ, ഇവിടെ നോക്കിയേ. ഫസ്റ്റ് ടേം അറിയാം, സെക്കൻഡ് അറിയില്ല, തേർഡ് അറിയില്ല, ഫോർത്ത് ടേം അറിയാം. അപ്പൊ ഫസ്റ്റ് ടേമിൽ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലും ഇവിടേക്ക് എത്തുക 1 2 3. അപ്പൊ 3 ടൈംസ് കോമൺ ഡിഫറൻസ് അല്ലേ? ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ 42 മൈനസ് 24. സോ 3D is equal to 18. D is equal to 18/3. That's equal to 6. കോമൺ ഡിഫറൻസ് 6 ആണ്. 6 കൂട്ടി കൂട്ടി എഴുതൂ. 24 6 30 30 6 36 36 6 42. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഗ്യാപ്പ് ഇടയിലുണ്ടെങ്കിലും ആ സീക്വൻസുകൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ആശയം ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. തേർഡ് ടേം 34. തേർഡ് ടേം നമുക്ക് അങ്ങനെ എന്ത് എഴുതാം? x3 is equal to 34. Sixth term, that is x6, that's equal to 67. എന്താ കാണണ്ടറിയോ? ഫസ്റ്റ് 5 ടേംസ്, ആദ്യ 5 പദങ്ങൾ കണ്ടുപിടിക്കണം. ഈ സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ് കാണണം. 5 ടേംസ് കാണണമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് വേണ്ടേ? ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് കാണാൻ എന്താ നേരത്തെ പഠിച്ചത്? ടേം ഡിഫറൻസ് 67 മൈനസ് 34 ബൈ പൊസിഷൻ ഡിഫറൻസ് x മൈനസ് 3. ആ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഡി കാണാൻ ടേം ഡിഫറൻസ് divided by position difference. അതായത് പദവ്യത്യാസം by സ്ഥാനവ്യത്യാസം. അതാണ് ഉപയോഗിക്കുന്ന. ടേമിന്റെ ഡിഫറൻസിന് പൊസിഷൻ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇവിടെ ടേമുകളുടെ ഡിഫറൻസ് 67 മൈനസ് 34, പൊസിഷൻ ആണ് 6 മൈനസ് 3. 67 34 കുറച്ച് നോക്കൂ. 67 34 പോയാൽ 7 4 പോയാൽ 3, 6 3 പോയാൽ 3, 33 ബൈ 6 3 പോയാൽ 3, 33നെ 3 കൊണ്ട് ഹരിച്ചാൽ 11, 11 3 33. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഴുതാണെങ്കിൽ ഫസ്റ്റ് ടൈം അറിയില്ല, സെക്കൻഡ് ടൈം അറിയില്ല, തേർഡ് ടേം 34 ആണ്, ഫോർത്ത് ടൈം അറിയില്ല, ഫിഫ്ത് ടേം അറിയില്ല, സിക്സ്ത് ടേം 67 ആണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് 11 കിട്ടി. അപ്പൊ 11 കിട്ടിയാൽ 34 11 45, 45 11 56, 56 11 67. ബാക്കോട്ടേക്ക് വരുമ്പോ മൈനസ് ചെയ്യാം. 34 12 പോയാൽ 23, 23 11 പോയാൽ 12. അപ്പൊ ആ രീതിയിൽ കണ്ടുപിടിക്കാം. അല്ല, വേറെ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നോ? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചു. x1. അപ്പൊ ഫസ്റ്റ് ടൈം കാണാൻ നമ്മളെ തേർഡ് ടേം ഉണ്ട് അല്ലെ? എന്താണ്? x3 ഉണ്ട്. തേർഡ് ടേം എത്ര കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താലോ ഫസ്റ്റ് ടേമിലേക്ക് എത്താം? മൂന്നാം പദത്തുനിന്ന് എത്ര കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം മൈനസ് ചെയ്യണം? 2 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അതായത് തേർഡ് ടേം ഈസ് 34 മൈനസ് 2 into 11. That is 34 minus 22. 34 22 പോയാൽ 4 2 പോയാൽ 2, 3 2 പോയാൽ 1. അപ്പൊ എന്ത് കിട്ടും? x1 സമം 12 കിട്ടും. അപ്പൊ x1 12 കിട്ടിയാൽ 11 കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ 12 12 11 23 34 45 56 എക്സെട്ര. ഇപ്പൊ 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ എഴുതി പോയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ടൈം കാണാം. ഫസ്റ്റ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ടിട്ട് എഴുതാം. അപ്പൊ ഏത് ടൈമെന്നും ഏത് ടൈമും കാണാൻ വേണ്ടി കുട്ടി മനസ്സിലാക്കണം. ആ സീക്വൻസിന്റെ പ്രത്യേകത മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ നോക്കൂ. തേർഡ് ടേം 43, തേർഡ് ടേം 43, സിക്സ്ത് ടേം 76. ഓക്കെ, ഡി എഴുതൂ. ഡി ഈസ് ഈക്വൽ ടു
76 minus 43 by 6 minus 3. 67 43 minus u. So 67 അല്ല 76 ന്ന് 43 minus u 33 കിട്ടും അല്ലേ? 33 by 3 that's equal to 11. Okay, third term sixth term ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ടേം കാണണമെങ്കിൽ x1 ഫസ്റ്റ് ടേം എങ്ങനെ കാണാം? ഫസ്റ്റ് ടേം കാണാൻ തേർഡ് ടേം എന്ന് എത്ര കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി? 2d. That is 43 minus 2 into 11. 43 minus 22. 43 22 കുറയ്ക്കൂ. 43 22 കുറച്ചാൽ 3 2 by 1 4 2 by 2 21 കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം 21 ആണ്. 21 11 32 32 11 43 43 11 54 54 11 65 76 എക്സെട്ര. അപ്പൊ ഇവിടെ തേർഡ് ടേം 43-ലെത്തി, സിക്സ്ത് ടേം 76-ലെത്തി. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നന്നായിട്ട് മനസ്സിലാക്കിക്കോളൂ. എക്സാമിന് ചോദിക്കുന്നതാണ്. 2-3 കൂടി ഇത് ചെയ്തുതരാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ടേം 2 ആണ്. ഫിഫ്ത് ടേം 3 ആണ്. മൂന്നാമതും 2 അഞ്ചാം പദം 3 തന്നു. കോമൺ ഡിഫറൻസ് d സമം 3 minus 2 by 5 minus 3. 3 minus 2 by 5 minus 3. 3 minus 2 1. 5 minus 3 2. 1 by 2 കിട്ടി അല്ലെ? d സമം 5 3 by 2 1 by 2. ആരെയാണ് കിട്ടിയത്? ആയിക്കോട്ടെ, മൂന്നാം പദം തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നാം പദം കാണണമെന്ന് വിചാരിക്കുക. അപ്പൊ ഒന്നാം പദത്തിന് മൂന്നാം പദം കാണണമെങ്കിൽ 2 കോമൺ ഡിഫറൻസ് കൂട്ടണം. തിരിച്ച് മൂന്നാം പദത്തിന് ഒന്നാം പദം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. അതായത് x3 എത്രയാ? 2 2 into d 1 by 2. 2 cancel ചെയ്തു. 2 minus 1 that's equal to 1. അപ്പൊ ഒന്നാമത്തെ പദം ആദ്യ പദം 1. 1ന്റെ കൂടെ ആരെ കൂട്ടിയാൽ 1.5. 1ന്റെ കൂടെ ആരെ കൂട്ടിയാൽ 2. 2ന്റെ വില കൂട്ടിയാൽ 2.5. 2.5 അരി 3 3.5 4 എക്സെട്ര. ശ്രദ്ധിക്കൂ, സെക്കൻഡ് തേർഡ് ടേം 2 അല്ലേ? ആണ്. തേർഡ് ടേം 2 ആണ്. ഫിഫ്ത് ടേം 3 അല്ലേ? 1 2 3 4 5. ക്ലിയർ ആയോ? അടുത്ത ഒന്നുകൂടി നോക്കിക്കോളൂ. ഫോർത്ത് ടേം 2. x4 is equal to 2. സെവൻത് ടേം is equal to 3. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് എഴുതാൻ പോവാണ്. d is equal to 3 minus 2 by 7 minus 4. 3 minus 2 1. 7 minus 4 3. d is equal to 1 by 3. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടേം കാണാം. ഇവിടെ ഏത് ടേമാണ് ഉള്ളത്? ഫോർത്ത് ടേം അല്ലെ? x4 ആണ്. ഫോർത്ത് ടേം എന്ന് എത്ര കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? 3 കോമൺ ഡിഫറൻസ് 3d അല്ലെ? നാലാം പദത്തുനിന്ന് 3 തവണ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം മൈനസ് ചെയ്താൽ ഒന്നാം പദത്തിലേക്ക് എത്തും. തിരിച്ചാലോചിച്ച് നോക്കൂ. ഒന്നാം പദത്തിന്റെ കൂടെ 3 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നാലാം പദത്തിലേക്ക് എത്തും. ഓക്കെ, what is x4? x4 is 2. 2 minus 3 into 1 by 3. 3 കട്ട് ചെയ്തു. 2 minus 1 that's equal to 1. അപ്പൊ ആദ്യ പദം x1 1 കിട്ടി അല്ലെ? ആദ്യ പദം 1. 1ന്റെ കൂടെ 1 by 3 പ്ലസ് ചെയ്യണം. 1 1 by 3. വീണ്ടും 1 by 3 പ്ലസ് ചെയ്യുമ്പോ 1 2 by 3. അടുത്തോ 1 3 by 3. 3 by 3 1 ആണ്. അപ്പൊ എന്താവും? 2 ആയി. വീണ്ടും 2 1 by 3. 2 2 by 3. നെക്സ്റ്റ് 2 3 by 3. 3 by 3 1 ആണ്. അപ്പൊ എന്താവും? 3 ആവും എക്സെട്ര. അപ്പൊ ഫസ്റ്റ് ടേം അറിയില്ല. ഫോർത്ത് ടേം 1 2 3 നാലാമത്തെ പദം 2. ഏഴാമത്തെ പദം 1 2 3 4 5 6 ഏഴാമത്തെ പദം 3. ക്ലിയർ ആയല്ലോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. സെക്കൻഡ് ടൈം 5 x2 is equal to 5. ഫിഫ്ത് ടേം x5 that's equal to 2. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. കോമൺ ഡിഫറൻസ് കാണാൻ തന്നെ എങ്ങനെ? 2 minus 5 by 5 minus 2. ഇവിടെ എങ്ങനെ അങ്ങോട്ട് സ്ഥാനം അങ്ങോട്ട് പ്ലസ് വലുത് മുകളിൽ ചെറുത് താഴെത്തിട്ട് വലുതിന് ചെറുത് പറയും. അങ്ങനെ ചെയ്യരുത്. ഒരേ ഡയറക്ഷൻ. പൊസിഷൻ ടേം ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസ്. 2 minus 5 divided by 5 minus 2. Okay, what is 2 minus 5?
2 5 കുറച്ചാൽ -3, 5 2 കുറച്ചാൽ 3. വാട്ട് ഈസ് ദി 3/3? 1 സൈൻ എന്താണ്? മൈനസ്, നെഗറ്റീവ് അല്ലെ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈം കണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം എങ്ങനെ കാണാം? ഇപ്പൊ ആ രീതിയിൽ കാണണമെങ്കിൽ എളുപ്പമായിട്ട് ഇവിടെ സെക്കൻഡ് ടൈം ആണ് 5. ആദ്യ ടൈം അറിയില്ല, രണ്ടാമത്തത് 5, മൂന്നാമത്തത് അറിയില്ല, നാലാമത്തത് അറിയില്ല, അഞ്ചാമത്തത് 2 അല്ലെ? ഇവിടെ നോക്കൂ, കോമൺ ഡിഫറൻസ് -1 ആണ്. 5ന്റെ കൂടെ -1 കൂട്ടി എന്താ വരിക? 4. 4ന്റെ കൂടെ -1 കൂട്ടി എന്താ വരിക? 3. 3ന്റെ കൂടെ -1 കൂട്ടി എന്ത് വരും? 2. തിരിച്ച് 5 കിട്ടണമെങ്കിൽ ഇവിടെ എത്ര എഴുതിയാലാണ്? 6 എഴുതിയ പോലെ. നോക്കൂ, 6 - 1 5, 5 - 1 4, 4 - 1 3, 3 - 1 2. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക കുട്ടികളെ? ഈ കണക്കുകളൊക്കെ ഈ രീതിയിലല്ലാതെ ചില കുട്ടികൾ ഐഡിയ എന്താ വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ലോജിക് തിങ്കിങ്ങിലൂടെ അവരെന്ത് ചെയ്യും? ഡയറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുന്ന കുട്ടികളുണ്ട്, സീക്വൻസ് നേരിട്ട് എഴുതുന്ന കുട്ടികളുണ്ട്. ഒരു പ്രശ്നമില്ല, നമുക്ക് എക്സാമിന് ഇന്ന മെത്തേഡ് ഒന്നുമില്ല, ഏത് രീതിയിലും നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഇപ്പൊ മാഷ് പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഇഷ്ടമായ രീതി ആ രീതിയിൽ ചെയ്യാം. ഈ ടെക്സ്റ്റ് ബുക്ക് ഈ ചാപ്റ്റർ ലാസ്റ്റ് എത്തുന്നതോടെ നിങ്ങൾക്ക് പല വ്യത്യസ്ത രീതിയിൽ ആൻസർ കാണാനുള്ള മാർഗങ്ങൾ കിട്ടും. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏതാ തോന്നാൻ അത് ഉപയോഗിച്ചുള്ളൂ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. Fifth term of an arithmetic sequence is 38. Ninth term is 66. Fifth term, അഞ്ചാമത്തെ പദം 38. Fifth term is 38. Ninth term x9 is equal to 66. എന്താ കണ്ടറിയോ? 25ാമത്തെ പദം കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഏത് ടേം എന്നാലും ഏത് ടേം കാണാൻ കോമൺ ഡിഫറൻസ് ആണ് ഫസ്റ്റ് വേണ്ടത്. അപ്പൊ കോമൺ ഡിഫറൻസ് എഴുതി നോക്കും. എങ്ങനെ എഴുതാ? ടേം ഡിഫറൻസ് സ്ഥാനവ്യത്യാസം ബൈ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. 66 38 കുറച്ചാൽ 16 8 5 3 പോയാൽ 2 28. 28 ബൈ 9 5 പോയാൽ എത്രയാ? 4. 28 4 7 തവണ പോകും അല്ലെ? 7 4 28 എന്ന് കിട്ടി. ഇനി 25ാമത്തെ പദമാണ് കാണേണ്ടത്. 25ാമത്തെ പദം കാണുന്നത് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത്തെ പദത്തിന്റെ കൂടെ ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് 25ലേക്ക് എത്താം? 1ന്റെ കൂടെ 24 കോമൺ ഡിഫറൻസ് പ്ലസ് ചെയ്യണം. പക്ഷെ നമുക്കിവിടെ ഫസ്റ്റ് ടൈം അറിയോ? ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. അതിന്റെ ആവശ്യമില്ല. നമുക്ക് 5ാമത് അറിയാം, 5ാം പദം. അപ്പൊ 5 അറിയാം. 25ലേക്ക് എത്തണമെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് വേണം? 20D. ഇനി അതല്ല, ഒരു കുട്ടിക്ക് 9ാമത്തെ അറിയാം, x9 അറിയാന്ന് വിചാരിച്ചോളൂ. അപ്പൊ എത്ര കോമൺ ഡിഫറൻസ് വേണം? 9ഉം 16ഉം 25. 16 9 25 അല്ലെ? ഇതിന്റെ നമ്മുടെ വാല്യൂ കൊടുക്കുമ്പോ x5 എത്രയാ നോക്കൂ? 38 ആണ്. 38 പ്ലസ് 20 ഇൻറ്റു ഡി എത്രയാണ്? 7. 38 പ്ലസ് 7 × 14 140. കൂട്ടി നോക്കൂ. 8 4 3 7 1 178. ഇനി അങ്ങനെയല്ല, 9th ടേം ഉപയോഗിച്ചിട്ടാണ് കുട്ടി ചെയ്യണമെന്ന് വിചാരിച്ചുള്ളൂ. x9 എത്രയാണ്? 66 പ്ലസ് 60 ഇൻറ്റു 7 ദാറ്റ്സ് ഈക്വൽ ടു 66 പ്ലസ് 7 42 ബാക്കി 4 ഒരു 7 7 8 9 11 112 66 6 8 6 3 7 178. അപ്പൊ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും കാണാം. ഈ രീതി ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം. ഇനി x1 കിട്ടും. x1 കണ്ടുപിടിച്ച് 24 ടൈംസ് t മൾട്ടിപ്ലൈ ചെയ്താലും x25 കിട്ടും. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആൻസർ എഴുതാം കേട്ടോ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. Is 101 is a term of the arithmetic sequence 13, 24, 35, etc. 13, 24, 35, etc. ഈ സീക്വൻസില് 101 എന്ന ഒരു നമ്പർ വരുന്നുണ്ടോ? അതേപോലെ തന്നെ 1001 അല്ലെ? 1001ഉം 101ഉം ഇതിലെ ഒരു ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കാം. 13, 24, 35 എത്ര കോമൺ ഡിഫറൻസ് ഇവിടെ? ബേസിക്കൽ ടു 24 കുറയ്ക്കണം 13 11 ആണ് അല്ലെ? കോമൺ ഡിഫറൻസ് 11. ഒരു കുട്ടിക്ക് ഈ പ്രോബ്ലം 3 രീതിയിൽ ചെയ്യാം. 3 മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തോന്നുന്ന ഏതാ അത് ഉപയോഗിച്ചോളൂ. അപ്പൊ ഒന്നാമത്തെ ഫസ്റ്റ് ടൈപ്പില് കോമൺ ഡിഫറൻസ് 11 ആണ് അല്ലെ? 13നെ കോമൺ ഡിഫറൻസ് ആയ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും.
എത്ര കിട്ടും? 11 1 ടൈംസ് അല്ലെ. റിമൈൻഡർ എത്രയാ? 2. 24 എടുക്കുക. 24നെ 11 ആയി ഡിവൈഡ് ചെയ്യും. 12 22. റിമൈൻഡർ 2. 35 എടുക്കുക. 11 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 33. റിമൈൻഡർ 2. അപ്പൊ എന്താ മനസ്സിലായി? ഈ സീക്വൻസിലെ ടേംസിനെയൊക്കെ കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 101 ഇതിലൊരു ടേം ആണെങ്കിൽ 101നെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 62 കിട്ടുമോ നോക്കുക. 11 9 99 100 101. ഓക്കെ, അപ്പൊ എന്ത് പറയാം? ഇതിങ്ങനെ എഴുതി പോയാൽ 100 നല്ലൊരു പദമാണെന്ന് പറയാം. ഇനി അടുത്ത നമുക്ക് 1001 ഡിവൈഡ് ബൈ 11. 100ല് 11 99. 11ല് ഒരു 11 സിസ്റ്റം 0 ആണ്. ഇതൊക്കെ റിമൈൻഡർ 2 ആണ്. അപ്പൊ ഇത് 2 ആണ്, പക്ഷെ ഇത് 0 ആണ്. അതിന്റെ അർത്ഥം എന്താ? ഈ സീക്വൻസിലെ ഒരു ടേം ആണ് 101. ബട്ട് 1001 ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. അതായത് 101 ഈ സീക്വൻസിലെ ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ്, പക്ഷെ 1001 ഇതിലെ ഒരു പദം അല്ല. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാ നോക്കൂ. നമ്മൾ നേരത്തെ പഠിച്ച ഐഡിയ, അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏത് രണ്ട് ടേമുകളുടെയും ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് പദങ്ങളുടെ വ്യത്യാസം പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഇതിലത്തെ ഒരു പദമാണെങ്കിൽ 101 നമ്മൾ എന്ത് ചെയ്യാണ്? ഇഷ്ടമുള്ള ടേം മൈനസ് ചെയ്യാം. ഏത് പദത്തിന് ഏത് കുറയ്ക്കാം. ഞാൻ ആദ്യത്തെ എടുത്തു എന്ന് വിചാരിക്കാം. കുറച്ച് നോക്കൂ. 11 9 8 3 11 അല്ലെ. 9 1 പോയാൽ 8 88 8 3 11 ബാക്കി 1 8 9 10. ഈ 88 പൊതുവ്യത്യാസം അത് കോമൺ ഡിഫറൻസിന്റെ ഗുണിതമാണോ മൾട്ടിപ്പിൾ ആണോ നോക്കണമെങ്കിൽ 11 ആയിട്ടും ഡിവൈഡ് ചെയ്താൽ 11 88 0. റിമൈൻഡർ സിസ്റ്റം 0 കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ? ടേംസിന്റെ ഡിഫറൻസ് അതായത് പൊതുവ്യത്യാസത്തിന്റെ എന്താണ്? ഗുണിതമാണ്. അതുകൊണ്ട് 101 ഇതിലൊരു പദമാണ്. അതേപോലെ 1000 നോക്കൂ. 1001 എന്ന് നേരത്തെ പോലെ 13 മൈനസ് ചെയ്തു. 11 ഇവിടെ 8 ആയില്ലേ. അവിടെ 10 ആയിരുന്നു, 9 ആയി. 11 3 8 വരും. 9 9 8 കടടുത്തു 9. 8 3 11 ബാക്കി 1 8 9 10 കഴിഞ്ഞ് ബാക്കി 9 10 988. ഈ 988നെ എന്ത് ചെയ്യണം? പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാണോ നോക്കാം. 11 8 88. 8 8 പോയാൽ 0. 9 8 പോയാൽ 1 8 ഇറക്കിട്ടു അല്ലെ. 11 99. കടടുത്തു 9 വരും. 9 18 ബാക്കി 9 10. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ആണോ? അല്ല. കാരണം മൾട്ടിപ്പിൾ ആണെങ്കിൽ സിസ്റ്റം 0 വരണം. അപ്പൊ 101 സിസ്റ്റം 0 അരിച്ചപ്പോ 0 കിട്ടിയത് കൊണ്ട് എന്താ പറയാം? ഇതിലത്തെ ഒരു പദമാണെന്ന് പറയാം. പക്ഷെ അത് ഇതിലത്തെ ഒരു പദമല്ല. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കാം. 13 24 35. വീണ്ടും കോമൺ ഡിഫറൻസ് എത്രയാ? പൊതുവ്യത്യാസത്തിൽ 11 കൂട്ടാം. 11 കൂട്ടുമ്പോ 3 4 46 57 68 അല്ലെ. 11 കൂട്ടുമ്പോ 46 11 57 68 79 79 11 90 അല്ലെ. 90 11 101 101 11 112 എക്സെട്ര അങ്ങനെ പോകും. അപ്പൊ 101 ടൈമാണ് വെച്ചപ്പോ നമ്മുടെ സീക്വൻസ് ഇങ്ങനെ എഴുതി പോയപ്പോ അതിൽ 101 വന്നു. അതുകൊണ്ട് 101 101 ഇതിലത്തെ ഒരു ടൈമാണെന്ന് എത്തി. ഇനി 1001 എത്തണമെങ്കിൽ ഇങ്ങനെ എഴുതി പോയിട്ട് 1001 എത്തണ വരെ എഴുതണം അല്ലേ. അപ്പൊ ഈ മൂന്നാമത്തെ മെത്തേഡിന്റെ പ്രത്യേകത എന്താ? ചെറിയ ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കിയിട്ട് ആ സീക്വൻസിൽ വരുന്നുണ്ടെങ്കിൽ അതിലത്തെ ടൈം ആണെന്നൊക്കെ എഴുതാം. വളരെ ഈസി ആയിട്ട് പരീക്ഷിച്ച് എഴുതാൻ പറ്റും. പക്ഷെ കുറെ വലിയ ടൈം വരുമ്പോ ഈ രീതിയിൽ ഇങ്ങനെ എഴുതിയ ബുദ്ധിമുട്ടല്ലേ, നമുക്ക് എളുപ്പമല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഇത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുക. ഇതെന്താണ് ആദ്യത്തെ മെത്തേഡ്? എന്താ പറഞ്ഞേ? ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ഈ ടേമിനൊക്കെ കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2 ആണെങ്കിൽ ഇതിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടണം? 2 തന്നെ കിട്ടണം. 101 ചെയ്തപ്പോ 2 കിട്ടി. അപ്പൊ ടേമാണ്, പദമാണ്. ഇത് 0 ആണ്. അതിന്റെ അർത്ഥം അതിന്റെ പദം അല്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ്
അതാണ് നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റ് ഇതാണ് കേട്ടോ. ഏത് രണ്ട് പദങ്ങളുടെയും ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇപ്പൊ എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് കാണാൻ 101 13 കുറച്ചു. ഇപ്പൊ എത്ര കിട്ടും? 88 പൊതു വ്യത്യാസം. അത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ? യെസ്. 88 എന്ന് പറഞ്ഞാൽ 11 × 8 88. 8 തവണ വിളിച്ചാൽ കിട്ടും. ഇല്ലെങ്കിൽ ഹരിച്ചു നോക്കുക, സിസ്റ്റം 0 കിട്ടിയാലും മൾട്ടിപ്പിൾ ആണ്, ഗുണിതമാണ്. അപ്പൊ 101 പദമാണ്. 1001 ചെയ്തപ്പോ റിമൈൻഡർ സിസ്റ്റം കിട്ടി. അതുകൊണ്ട് ഇതെന്തല്ല? പദമല്ല. അപ്പൊ 1, 2, 3 മെത്തേഡ് ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് എല്ലാ പ്രോബ്ലത്തിനും ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിച്ച് ലീവ് റിമൈൻഡർ 3 ഓൺ ഡിവിസിബിൾ ബൈ 7? അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിസ്റ്റം റിമൈൻഡർ 3 വരുന്ന എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ്. അത് ഞാൻ ഇപ്പൊ തൽക്കാലം ചെയ്തു തരുന്നില്ല. വേറെ ടോപ്പിക് കൂടി എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിപ്പോ ചെയ്യില്ല കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 ഒരു മാജിക് ബോക്സ് ആണ്. അതായത് എല്ലാ വരികളും അരിത്തമെറ്റിക് സീക്വൻസിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയിട്ട് തന്നെ അതിലെ വരികൾ എഴുതാൻ പറ്റും. 1 തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്, 28 തന്നിട്ടുണ്ട്. അതിനിടയിൽ എന്ത് ചെയ്യണം? സമാന്തര ശ്രേണി എന്നുള്ള ആശയം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എഴുതി നോക്കുക. വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വെറുതെ ഞാൻ അത് നിങ്ങൾക്ക് ചെയ്തു തരുന്നില്ല. നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ശ്രമിച്ചു നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 7 നമ്മളിപ്പോ ചെയ്ത പോലെ 2 ടേം അതിലത്തെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അതിലെ ഒന്നാമത്തെ പ്രോബ്ലം എന്താ? 11, 22, 33 എക്സെട്ര. 123 ഇതിലൊരു ടേം ആണോ? അതേപോലെ 132 ഇതിലൊരു ടേം ആണോ? ഇതിലത്തെ പദങ്ങളാണോ നോക്കാനാണ്. അതുപോലെ 1, 2, 3, 4, 5 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 2 എണ്ണം ചെയ്തു തരാം. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പൊ ഇപ്പൊ ഒന്ന് ചെയ്ത അതേ ആശയം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ 123ന്ന് എന്ത് ചെയ്യാം? 11 മൈനസ് ചെയ്യാം. 3 പോയാൽ 2, 2 പോയാൽ 1, 1. ഈ 112 എന്താണോ നോക്കണം. കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ? ഇവിടെ എന്താ പൊതു വ്യത്യാസം? 22 മൈനസ് 11 11 അല്ലെ? 11 കൊണ്ട് ഹരിച്ച ഒരു 11 11 2 വരും. സിസ്റ്റം വരും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? 103 നോട്ട് എ 132 ആണെങ്കിലോ 132 11 മൈനസ് ചെയ്യുക. 2 1 പോയാൽ 1, 3 2 പോയാൽ 1 11 121 അല്ലെ? 121നെ 11 കൊണ്ട് ഹരിച്ചാൽ 11 121 നമുക്കറിയാം. അതുകൊണ്ട് 132 ഈസ് എ പദമാണ്. ഇങ്ങനെ അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞെന്താ? 11നെ 11 കൊണ്ട് ഹരിക്കുമ്പോ റിമൈൻഡർ 0. 22നെ 11 കൊണ്ട് ഹരിക്കുമ്പോഴും റിമൈൻഡർ 0. 33നെ 11 കൊണ്ട് ഹരിക്കുമ്പോഴും എല്ലാം റിമൈൻഡർ എന്താ കിട്ടുന്ന സിസ്റ്റം? 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ 123നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു 11 11 ഒരു 11 11 2ആണ് കിട്ടുക. അപ്പൊ 123 പദാണോ? അല്ല. 132 ചെയ്ത് നോക്കൂ. 132നെ ഒരു 11 11 2 2 11 22 0. അപ്പൊ 123 ഇതിലത്തെ പദമല്ല, 132 ഇതിലത്തെ പദമാണ്. കാരണം ഇതിന്റെയൊക്കെ റിമൈൻഡർ 0 ആണ്, ഇതും 0 ആണ് അല്ലെ? അപ്പൊ ഒന്നെങ്കിൽ ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ മെത്തേഡ്. ഇത് ഡിഫറൻസ് കണ്ടിട്ട് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണം. ഇതുവരെ റിമൈൻഡർ ആണ്, സിസ്റ്റം ആണോ കിട്ടുന്നത് നോക്കാം. ഇതേ രീതിയിൽ ചെയ്യാനുള്ള 1 2 3 4 പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ വരുന്നുണ്ടോ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ പ്രോബ്ലം നോക്കൂ. ഇപ്പൊ നമുക്ക് 3/4 1/4 കുറച്ചു. അങ്ങനെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ആ 2 രീതി അല്ലാതെ വേറെ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1/4 1/2 3/4. ഞാൻ മൂന്നാമത് പറഞ്ഞ മെത്തേഡ് ഇവിടെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, മനസ്സിലാവാൻ പറ്റും. കാരണം 1/4 അതേപോലെ എഴുതി ഞാൻ. 1/2 ഇതിന്റെ ഡിനോമിനേറ്റർ 4 ആണ് അല്ലെ? ഇതിന് ഞാൻ 4 ആക്കാൻ പോവാ. 4 ആക്കാൻ എന്ത് ചെയ്താൽ മതി? മുകളിലും താഴെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 × 2 2 2 × 2 4 2/4 ആയി. ഇവിടെ ഓൾറെഡി എന്താണ്? 3/4 ആണ്. വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തത് എന്തായിരിക്കും? 4/4 1/4 2/4 3/4 4/4 5/4 6/4 7/4 8/4 9/4 10/4 11/4 12/4 13/4 എക്സെട്ര. ഇങ്ങനെ പോവാണ്. ഇതിലെവിടെയെങ്കിലും 3 പേരുണ്ടോ നോക്കൂ.
5/4, 6/4, 7/4, 8/4, 9/4, 10/4, 12/4. 12നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 3. ഈ 4 കിട്ടാൻ വല്ല മാർഗമുണ്ടോ? നോക്കൂ. 14/4, 15/4, 16/4, 17/4 എക്സെട്ര. 16നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 16 4, 4 4 16. അപ്പൊ 4 കിട്ടി. അതിന്റെ അർത്ഥം ഈ സീക്വൻസിൽ 3 എന്ന ടേമും ഉണ്ടാവും, 4 എന്ന് പറയുന്ന ടേമും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ രീതിയിൽ കണ്ടുപിടിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ഈ ചാപ്റ്ററിലെ ആൻസറിലേക്ക് എത്താം. അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് സീക്വൻസ് വളരെ ഈസി ആയ ചാപ്റ്റർ ആണ്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആശയം മനസ്സിലാക്കിയ കുട്ടിക്ക് ആൻസർ കാണാൻ വളരെ ഈസിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 3/4, 1 1/2, 2 1/4 എക്സെട്ര. ഇതില് 3ഉം 4ഉം വരുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കോളൂ. ഇതേപോലെ ഞാൻ ഒന്ന് മാറ്റി എഴുതാൻ പോവാം. 3/4. ഓക്കെ, ഒരു 2 2 രണ്ടൊന്നും 3/2, 4 2 8, 8 9/4. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. എന്ത് ചെയ്യണം? ഇവിടെ × 2, ഇവിടെ × 2. അപ്പൊ എന്താ കിട്ടി? 3/4, 3 × 2 6/4, 9/4. എന്താണ് അടുത്ത ടേം വരിക? ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആണ്. മുകളിൽ നോക്കും. 3 6 9, 12/4, 15/4, 18/4, 21/4, 21 3, 24/4, 27/4, 30/4 എക്സെട്ര. അങ്ങനെ പോകും അല്ലെ? 3 പ്ലസ് ചെയ്ത് പോയാൽ മതി. 3 3 6 3 9 3 12 3 15 3 15 21 24 27 എക്സെട്ര. ഏതാ ഡിനോമിനേറ്റർ ഒക്കെ 4 ആണ്. ഇനി 3 വരുമോ? 3 വരുമോ? ഇവിടെ നോക്ക്. What is 12/4? 12/4 എത്രയാ? 3 ആണ്. അപ്പൊ 3 വരും. ഈ 4 വരുമോ എങ്ങനെ നോക്കുക? ഇവിടെ നോക്കൂ. 24 4, 6 × 4 ആണ് 24 അല്ലേ? അപ്പൊ 6 വരുന്നുണ്ട്. 4 വരുന്നുണ്ടോ? 18 4 പോയില്ല. അതായത് 4 കിട്ടണമെങ്കിൽ ഡിനോമിനേറ്റർ 4 ആയതുകൊണ്ട് 16/4 വരണം. 16/4 വന്നാലാണ് 4 കിട്ടുക. 16/4 വന്നാലാണ് 4 കിട്ടുക. പക്ഷെ ഈ ടേമില് 16 വരുന്നുണ്ടോ? ഇല്ല. 12 കഴിഞ്ഞാൽ 15 കഴിഞ്ഞാൽ 18 ആണ്. അതായത് 16/4 എന്നുള്ള പദത്തിൽ വരുന്നില്ല. അത് വന്നാലേ 4 കിട്ടുള്ളൂ. അതിന്റെ അർത്ഥം ഈ സീക്വൻസിൽ 3 എന്ന ടേം ഉണ്ടാവും, എന്നാൽ 4 എന്ന് പറയുന്ന ടേം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഫ്രാക്ഷൻസ് ഒക്കെ വരുമ്പോ ഈ മെത്തേഡിൽ ഈസി ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഐഡിയ കിട്ടും, മനസ്സിലാവും. അതുകൊണ്ട് ഈ മെത്തേഡ് ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പൊ ഇതോടുകൂടി ആ ഒരു ടോപ്പിക് അവസാനിക്കുകയാണ്. അതില് ടേമുകളുടെ പ്രോബ്ലംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ്. അതേപോലെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോബ്ലംസ് ഒരു സീക്വൻസിൽ ഒരു ടേം അതിന്റെ ഒരു സീക്വൻസിൽ ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് ആൽജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് പഠിക്കേണ്ടത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.